ഹലോ ഹായ് വെൽക്കം ബാക്ക്. അങ്ങനെ ഒ ടി ടി പടം റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് കണ്ടത് ലാപ്പട്ട ലേഡീസ് ആണ്. പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ഉണ്ടല്ലോ, എന്താ മിസ്റ്റേക്ക് ഉണ്ടോ? ഓ, ലാപ്പട്ട ലേഡീസ്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് കിരൺ റാവു ആണ്. പിന്നെ സിനിമയുടെ സ്റ്റോറി ഒരുപാട് പേരുണ്ട്, പിന്നെ വിട്ടേക്കാം. മ്യൂസിക് ബൈ രാം സമ്പത്ത്, അടിപൊളി മ്യൂസിക്കാണ്. സിനിമയുടെ റണ്ണിങ് ടൈം ആയിട്ട് വരുന്നത് 124 minutes ആണ്. സോ ഓക്കെ, സിനിമ കണ്ടെന്ന് വെച്ചാൽ ഒരു അടിപൊളി സിനിമയാണ്. അതായത് ഫീൽ ഗുഡ് ജോണറുള്ള അടിപൊളി സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ത്രൂ ഔട്ട് നല്ല ഒരു എൻഗേജിങ് ആയിട്ടുള്ള സിനിമയാണ്. ആ ഒരു മിസ്സിങ് തൊട്ട് സിനിമ നല്ല ഒരു എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട്. നല്ല ഒരു ഫീലിംഗ്, എമോഷണൽ, ഒരുപാട് സീൻസൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഒരു അടിപൊളി സിനിമ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ 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 പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ പൂൽകുമാരി എനിക്ക് എടുത്ത് ആദ്യമായിട്ട് പറയാനുള്ളത്. പുള്ളിക്കാരത്തിൽ ആ സ്ട്രഗിൾസ്, ചില സിറ്റുവേഷനിലുള്ള സ്ട്രഗിളൊക്കെ നന്നായിട്ടുണ്ട്. തന്നെ ആ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു എന്തും അറിയാതെ ഒരു സ്ഥലത്ത് നമ്മൾ പെട്ടുപോയാൽ എന്ത് ചെയ്യുമോ അത്ര ഒരു സ്ട്രഗിൾ ചെയ്യുന്ന പോലെ നന്നായിട്ടുണ്ട്. പുള്ളിക്കാരൻ നല്ലൊരു നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ദീപക് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത പുള്ളി കൂടി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ പുള്ളിയുടെ പെർഫോമൻസ് കൂടി നാച്ചുറലായിട്ട് നന്നായിട്ടുണ്ടായിനി. പിന്നെ അടുത്തത് ഈ സിനിമയിലുണ്ടായിരുന്ന പോലീസ് ഓഫീസർ, പുള്ളി ഒരു നല്ലൊരു ഫണ്ണി ക്യാരക്ടറാണ്, അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് സിനിമയിൽ അവസാന ക്ലൈമാക്സിലൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു പുള്ളി. പിന്നെ സിനിമയുടെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ക്ലൈമാക്സിന് തൊട്ട് മുമ്പ് ക്ലൈമാക്സ് തന്നെ വേണമെങ്കിൽ പറയാം. ക്ലൈമാക്സിൽ ഇവരൊക്കെ കണ്ടുമുട്ടുന്ന റെയിൽവേ സ്റ്റേഷനിൽ അവർ കണ്ടുമുട്ടുന്നൊക്കെ സീനുണ്ട്, അത് നന്നായിട്ടുണ്ട്. കിഡിലെ മ്യൂസിക്കായിരുന്നു. ആ ടൈം നമുക്കൊരു മ്യൂസിക് വരും, അടിപൊളിയായിട്ടുണ്ട് തന്നെ ആ മ്യൂസിക്. പിന്നെ പറയുകയാണെങ്കിൽ ത്രൂ ഔട്ട് വിഷ്വൽസൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു എൻഗേജിങ് ആയിട്ടുള്ള സിനിമയാണ്. അതായത് ഒരു അത്യാവശ്യം നല്ലൊരു ടച്ച് ചെയ്യുന്ന ഫീൽ ഗുഡ് സിനിമയാണ്. സിനിമ കാണാത്തവരാണ് പോയിട്ട് കാണുള്ളൂ. അതായത് നെറ്റ്ഫ്ലിക്സിലാണുള്ളത്. അടിപൊളി സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഓക്കെ, അത്രേ ഉള്ളൂ. സോ അടുത്ത ഒ ടി ടി പടം ജയ് ഗണേഷാണ് കണ്ടത്. ജയ് ഗണേഷ് നമ്മുടെ ഉണ്ണി മുകുന്ദനാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. പിന്നെ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് രഞ്ജിത്ത് ശങ്കറാണ്. റിട്ടൺ ബൈ രഞ്ജിത്ത് ശങ്കർ, അദ്ദേഹം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ പ്രൊഡ്യൂസ്ഡ് ബൈ ഉണ്ണി മുകുന്ദൻ ഫിലിംസ്, അങ്ങനെ. പിന്നെ മറ്റ് കഥാപാത്രങ്ങളിലായിട്ട് ഫീമെയിൽ ലീഡായിട്ട് മായ്മ നമ്പ്യാറാണ്. പിന്നെ അശോകൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. സോ സിനിമാറ്റോഗ്രാഫി ബൈ ചന്ദ്രു സെൽവരാജ്, നന്നായിട്ടുണ്ടായി. സിനിമാറ്റോഗ്രാഫി ഒക്കെ നന്നായിട്ടുണ്ടായി. പിന്നെ എഡിറ്റഡ് ബൈ സംഗീത് പ്രതാപ്, നമ്മുടെ പ്രേമലു സിനിമയിലുണ്ടായിരുന്നു, പുള്ളിയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മ്യൂസിക് ബൈ ശങ്കർ ശർമ്മ, വലിയ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടുണ്ടായി മ്യൂസിക്കൊക്കെ. വേറെ ഒന്നുമില്ല. സിനിമയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു ഓക്കെ, നന്നായിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് വലിയൊരു ഗംഭീര സിനിമയായിട്ടൊന്നും ഫീൽ ചെയ്തിട്ട് ഒരു വൺ ടൈം വാച്ചാണ് സിനിമ. സിനിമയിൽ എടുത്ത് പറയാനുള്ളത് നമ്മുടെ ഉണ്ണി മുകുന്ദൻ്റെ പെർഫോമൻസ് ആണ്. അതായത് ഒരു ബോഡീൻ്റെ താഴെ ഫുൾ പാരലൈസ് ആയിട്ടുള്ള പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ആ പെർഫോമൻസിനാണ് കൂടുതലായിട്ട് സിനിമ കൊടുക്കാനുള്ളത്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ത്രൂ ഔട്ട്. ആ പുള്ളി ഒരു പാരലൈസ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ പോലെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടറിനെ. പിന്നെ ഇതിൽ ഫീമെയിൽ ലീഡായിട്ട് ചെയ്ത മായിമ നമ്പ്യാറിൻ്റെ ക്യാരക്ടർ വേണമെന്ന് പറഞ്ഞിട്ടൊരു ഇതില്ലേനി, അതായത് എനിക്ക് ഫീൽ ചെയ്തതാ. വേണം പറഞ്ഞിട്ടില്ല, ഇല്ലെങ്കിൽ സിനിമ നന്നായിട്ട് പോട്ടി. അതായത് ഒരു വേറെ ക്യാരക്ടർ ഉണ്ടാകും, ഫ്രണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സിനിമ നന്നായിട്ട് പോട്ടി. എനിക്കൊരു ഫീൽ ആയത് അങ്ങനെയാണ്. പിന്നെ ഇതൊരു സൂപ്പർ ഹീറോ ആ ടൈപ്പുള്ള സിനിമയാണ്. അതായത് സിനിമയുടെ സ്റ്റോറി നടക്കുന്നത് ഈ കിഡ്നാപ്പ് അങ്ങനെ ആയിട്ടാണ് പോകുന്നത്. അതായത് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയാനില്ല, അതായത് ഈ കിഡ്നാപ്പ് ആണെന്നില്ലേ, അതിന് തൊട്ടാണ് സിനിമ അത്യാവശ്യം ഒരു എൻഗേജിങ് ആയിട്ട് പോകുന്നത്. അതിന് മുമ്പൊക്കെ ഒരു 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 സ്ലോ പ്ലേസ് പോലെ പോയിട്ടുണ്ടായിരുന്നു. അതായത് ചിലപ്പോൾ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് അതെന്തോ ആയിരിക്കാം, എന്നാലും ഒരു സ്ലോ പോലെ പോയിട്ടുണ്ടായിന്. പക്ഷേ ഈ കിഡ്നാപ്പിന് ശേഷമാണ് സിനിമ അത്യാവശ്യം ഒരു നല്ലൊരു എൻഗേജിങ് ത്രൂ റേറ്റിലാണ് പോയിരിക്കുന്നത്. അത്യാവശ്യം എൻഡിങ്ങൊക്കെ നന്നായിട്ടുണ്ടായിന്. അത്രയേ ഉള്ളൂ. ഒരു നല്ലൊരു സിനിമയാണ് ജയ് ഗണേഷ്. കാണാത്തവരെണ്ണം പോയിട്ട് കണ്ടോളി. ഈ ആമസോൺ പ്രൈം പ്ലാറ്റ്ഫോമിലുണ്ട്. അത്യാവശ്യം നല്ലൊരു സിനിമയാണ്. നല്ലൊരു ഫാമിലി എൻ്റർടൈനർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സിനിമ കാണാത്തവരെ പോയിട്ട് കണ്ടോളി. ആൻഡ് ദി നെക്സ്റ്റ് OTT പടം ഈസ് സൈത്താനാണ് അടുത്തതായിട്ട് കണ്ടിരിക്കുന്നത്. സൈതാനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ സിനിമ സംവിധാനം ചെയ്തത് വികാസ് ബാലാണ്. പിന്നെ പ്രധാന വേഷത്തിലെത്തുന്ന അജയ് ദേവ്, പിന്നെ ആർ മാധവനാണ്, പിന്നെ ജ്യോതിക,
അങ്ങനെ ഒരുപാട് പേരുണ്ട്. പിന്നെ സിനിമയിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ആരാണ്? മ്യൂസിക് ബൈ അമിത് ത്രിവേദി ആണ്. ആരെനിക്കറിയില്ല, എന്നാലും മ്യൂസിക് നന്നായിട്ടുണ്ടായി. സിനിമയുടെ സ്റ്റോറിനെ കുറിച്ചിട്ട് പറയണത്, അതായത് ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നില്ലേ, തന്ത്രം മന്ത്രം, അതാണ് ഉള്ളത്. അതായത് ഇതിലൊരു നല്ലൊരു മെസ്സേജ് ഉണ്ട്. അതായത് ആരെന്തെങ്കിലും തന്നാൽ എടുത്തിട്ട് നേരെ ബൈക്കിടാൻ പാടില്ല, കുറച്ച് അങ്ങനെ നോക്കിയിട്ട് ഇടണം. അങ്ങനെയൊക്കെ ഉണ്ട്. മെസ്സേജ് സിനിമ കണ്ടിട്ട് മെസ്സേജ് ഉദ്ദേശിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അവർക്കാണ് പറയുന്നത്, അതായത് സിനിമയിൽ മെസ്സേജ് വേണം, സിനിമ കാണുന്നത് മെസ്സേജിക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ സോഷ്യൽ അല്ല, എന്താ പറയുക, സൊസൈറ്റിക്ക് നല്ല ഒരു മെസ്സേജ് വേണമെന്ന് അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് മെസ്സേജാണ്. അതായത് ആരെങ്കിലും എന്തെങ്കിലും നേരിട്ട് വായിക്കിടാൻ പാടില്ല. സോ സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ വല്ല ഗംഭീരമായിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്തിട്ട്, എന്നാലും നന്നായിട്ടുണ്ടായി. ഓക്കെ, ഒരു ആവറേജ് സിനിമ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് വലിയൊരു ഗംഭീര സിനിമ ഒന്നുമല്ല. ഒരു എന്താ പറയുക, പെർഫോമൻസൊക്കെ നന്നായിട്ടുണ്ടായി. അതായത് അജയ് ദേവ് ആയാലും ജ്യോതിക്കായാലും പിന്നെ 2 പിള്ളേർ കൂടി ഉണ്ട്, അവർക്ക് നന്നായിട്ടുണ്ടായി. പിന്നെ മാധവൻ പെർഫോമൻസ് അടിപൊളിയായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായി. സ്റ്റോറി നിങ്ങൾക്ക് ഊഹിക്കാൻ തന്നെയാണ്. അതായത് ഈ ബ്ലാക്ക് മാജിക്, വശീകരണം, ഇതൊക്കെ ഈ കാലം നടക്കുന്നതെന്നറിയില്ല, ഉണ്ടാവാം. എന്നാലും അതൊരു നല്ലൊരു പ്ലോട്ട് തന്നെയാണ്. ചില സീനൊക്കെ ആകുമ്പോൾ ലാഗ് അടിച്ചുകൊണ്ടാണ് എനിക്ക്. ട്രെയിലറൊക്കെ അടിപൊളിയായിട്ട് കട്ട് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഈ സിനിമ OTTയിൽ കണ്ടത്. നല്ലതായി. അങ്ങനെ സിനിമ നന്നായിട്ടുണ്ട്. സിനിമ കാണാൻ താല്പര്യമുള്ളവർ പോയിട്ട് നെറ്റ്ഫ്ലിക്സിൽ കണ്ടാൽ മതി. അതായത് ഈ 3 സിനിമയാണ് ഞാൻ ഈ OTTയിൽ ആകെ ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ടൈമൊന്നുമില്ല, അങ്ങനെ ആയതുകൊണ്ട് കിട്ടുന്ന ടൈമിൽ ചിലതൊക്കെ കണ്ടിട്ട് തീർക്കുന്നതാണ്. അതിന് എപ്പോഴായെങ്കിലും വീഡിയോ ഇടുന്നതാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ്സാക്കി അത്ര പോകുന്നു അവനക്ക് ഒരു സബ്സ്ക്രൈബർ ആവണം. അപ്പോൾ ബൈ.